വലിയ പത്രസമ്മേളനം അവർ കാത്തിരിക്കും. താഴെ വരെയുള്ള ഒരു ഉടുപ്പ്, നമ്മൾ ഈ പുരുഷന്മാരാണ് എന്നൊരു ബനിയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ബനിയനാണ്, ശരീരത്തിൽ ടൈറ്റ് ഫിറ്റായി കിടക്കുന്ന ഒരു ബനിയനാണ് ഈ പെൺകുട്ടിയെ ആദ്യം അണിയാറുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പെണ്ണാണ്. ഈ അടുത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞല്ലോ. ആര് കൊടുന്നു എന്നുള്ളത് വേറൊരു വിഷയം. നോക്കൂ, അവരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ താലിബാനികൾ എന്തൊക്കെ ക്രൂരത ചെയ്തു എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാ രണ്ട് കണ്ണു മാത്രം കാണുന്ന പർദ്ദ ധരിച്ച മുഖം മറച്ച ഒരു പെൺകുട്ടിയാണ് അവിടെ വന്നിരുന്നത്. പത്രക്കാർ ചോദിച്ചു, നിങ്ങളാരാ? അവരാ മുഖം പൊന്തിച്ച് തന്റെ മുഖമോടി പൊന്തിച്ചിട്ട് പറഞ്ഞു, അവരാകെ സ്തംഭിച്ചു പോയി. എന്താ സംഭവിച്ചത്? ആ പെൺകുട്ടി പറയുകയാ, എന്നെ അവർ പിടിച്ചുവെച്ചു, എന്നെ ഒരു റൂമിലാക്കിയവർ എല്ലാ പ്രഭാതങ്ങളിലും ഭക്ഷണം കൊണ്ടുതരൂ, എല്ലാ ഉച്ചക്കും രാത്രിയും അവർ ഭക്ഷണം കൊണ്ടുതരും. താടി വെച്ച് തൊപ്പിയുള്ള ഒരു ചെറുപ്പക്കാരൻ റൂമിന്റെ മുന്നിൽ വെക്കും. എന്റെ മുഖത്തേക്ക് അയാൾ നോക്കാറില്ല. എന്റെ റൂമിന്റെ സമീപത്ത് നിരവധിയായ ചെറുപ്പക്കാർ കഴിയുന്നുണ്ട്. അവരെന്റെ റൂമിലേക്ക് വന്നില്ല. മുഅ്മിനീങ്ങളെ, വ്യക്തിമാറിയ സമുദായമേ, ആരോഗ്യപ്രദാത്രരായ അഫ്ഗാനിസ്ഥാന്റെ മഞ്ഞുവീണ മലമടക്കുകളിലൂടെ പോരാട്ടം നടത്തുന്ന ആ ചെറുപ്പക്കാർ ഒന്നിച്ചു കഴിയുന്ന ഒരു ഗോഡൌണില് ഒരു മാംസള ശരീരമുള്ള പെണ്ണ്, നല്ല സൗന്ദര്യവതിയ ഒരു പെണ്ണ് ആ റൂമിലുണ്ടായിട്ട് അവര് തിരിഞ്ഞു നോക്കിയില്ല എന്നവർ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോ അവരിൽ ഒരു പുസ്തകം എന്റെ കയ്യിൽ കൊണ്ടുവന്നു. അതിന്റെ മുകളിൽ എഴുതിയിട്ടിട്ടുണ്ട് ദ ഹോളി ഖുർആൻ, ഖുർആനാണെന്ന്. ഞാനത് മറിച്ച് നോക്കിയിട്ടില്ല, ഞാനത് മറിച്ചു നോക്കിയിട്ടില്ല. 2.5 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്ക് മനസ്സിലായി, എത്രയോ പേജുകളോളം മുസ്ലിം സമുദായത്തെ കുറിച്ച് അപസർപ്പക വാർത്തകൾ ഞാൻ എഴുതി പിടിപ്പിച്ചതാണ്. എനിക്ക് മനസ്സിലായി, സത്യത്തിന്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പുറത്തു കേൾക്കുന്നത് സത്യമല്ല. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചു വരും മുമ്പ് ഞാൻ മുസ്ലിമായി എന്ന് ലോകത്തെ സകലമായ മാധ്യമ പ്രവർത്തകരെ ഇടിവെച്ചതുപോലെ കേട്ടിരുന്നില്ലേ? ഈ യുവോട്ടുപ്പിൽ ഇന്നറിയപ്പെടുന്നത് ഫാത്തിമ യുവോട്ടുള്ളി എന്ന പേരില ഒരു കേരളത്തിൽ കോഴിക്കോട് വന്നുപോയി. അവരോട് ചോദിക്കേ അല്ലാഹുവിന്റെ ദീനിന്റെ മഹത്വം എന്താണെന്ന്, തൗഹീദിന്റെ ഉജ്ജ്വലമായ ആവിഷ്കാരം എന്താണെന്ന്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം എന്താണെന്ന് നമുക്കതറിയണില്ല. നമ്മൾ മുസ്ലിമായതെങ്ങനെയാ? നമ്മുടെ വാപ്പ മുസ്ലിമായതുകൊണ്ടാ. അതുകൊണ്ട് മുസ്ലിമേ, മുഅ്മിനാകണം. അപ്പോഴേ ഉന്നതരാവില്ലേയുള്ളൂ. മുഅ്മിനായാ പോരാ, മുഹിബ്ബാകണം. റസൂലുള്ളാഹിനോട് പ്രണയം വെക്കണം. മുഹിബ്ബായാ പോരാ, മുത്തഖിയും ആകണം. മുത്തഖിയായാ പോരാ, മുഹ്സിനും ആകണം. മുഹ്സിനായാ പോരാ, പിന്നെ അത് മുത്തുമഇന്നത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതേ അവാച്യമായ ദൈവീക സംതൃപ്തിയുടെ ഒരനുഭൂതിയുടെ ലോകത്ത് എത്തിച്ചേർന്ന മുത്തുമഇന്നത്തെന്ന് പറയുന്ന ഒരു പദവിയിലെത്തിയ അയ്യത്തുഹൽ നഫ്സി മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ എത്തിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് മുസ്ലിം നിന്ന് ഒന്ന് മുഅ്മിനാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഒരു എളിയ ശ്രമം നടത്തുക. പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. മുഅ്മിനീങ്ങളെ, ഞാൻ 1.5 മണിക്കൂറിൽ പറഞ്ഞു തീർക്കാം. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടില്ല. ബാഫക്ക് തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ. ഹബീബ് ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ട്. ബദരീങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാം അവരുടെ മുന്നിൽ വിജയമായി വന്നത്. നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ പേടിച്ചിട്ടുള്ളൂ.
അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുകയാണ്, മുത്തുനബി പറഞ്ഞു തരികയാണ്, മൻ കുന്ന ഫീ വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട്, ഈമാനിനൊരു രുചിയുണ്ട്. നിങ്ങളെ ഈമാനിനൊരു മധുരമുണ്ട്, നമുക്ക് ആ മധുരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഉന്നതരാകാത്തത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. നോക്കൂ, നമ്മൾ നിസ്കരിക്കാൻ കൈയ്യെട്ടി നേരിത്, നിസ്കരിക്കാൻ കൈയിട്ടിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ടോ? നിങ്ങൾ സുഖം കിട്ടുന്നുണ്ടോ? ഒന്ന് റെസ്പോൺസ് ചെയ്യുമോ? നിങ്ങളൊന്ന് പ്രതികരിക്കുന്നുണ്ടോ? ഒരു സുഖം കിട്ടുന്നുണ്ടോ നിസ്കാരം കഴിഞ്ഞാൽ? അഭിനന്ദരായ പറഞ്ഞോളുണ്ടോ? ഇവിടെ ഈ പാരമ്പര്യ വയല് നടക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഉറപ്പായി. കാരണം ഇങ്ങനെയാണ്, മൈക്കെ കൂടെ പറയാം, നിങ്ങൾ കേൾക്കുക, ആ സാധന സ്ഥലത്തില്ലേ പിന്നെ പോവുക, നിങ്ങൾക്ക് ഇതിലൊരു റോളൊന്നുമില്ല. അങ്ങനെ ഇന്നത്തെ പ്രസംഗങ്ങൾ കരുതുന്നുണ്ട്, നിങ്ങൾ ഇടപെടണം ഇടക്കിടക്ക്. ചിലപ്പോൾ നിങ്ങൾ സ്റ്റേജിലേക്ക് കയറി വരേണ്ടി വരും, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ എന്നെ വലിച്ച് താഴെ ഇടേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. അല്ല മുഅ്മിനീങ്ങളെ, സത്യം പറഞ്ഞാൽ നമുക്ക് നിസ്കാരം കഴിഞ്ഞൊരു സുഖം കിട്ടുന്നുണ്ടോ? ഒരു മാംഗോ ജ്യൂസ് കുടിച്ചു പോലെ നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാ? അപ്പോ ഇവരാരും മിണ്ടാത്തോണ്ട് എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ ആ സുഖം കിട്ടുന്നുണ്ട്. അല്ലാഹുവേ, എനിക്കും എന്റെ കൂടെ വന്ന സലാമിനും മുജീബിനും ഇവരുടെ ബർക്കത്ത് കൊണ്ട് സ്വർഗം തരണേ റബ്ബേ. കാരണം ഇവർ ഔലിയാക്കന്മാരുടെ ചെറിയ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ട്. വെട്ടുപാറ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ കുറിച്ച് ഞാൻ ഇനി കേരളത്തിൽ എവിടെ പോയാലും അഭിമാന പുരസ്സരം പറയാം. നിങ്ങൾക്ക് ദ്വയർപ്പിക്കാൻ ഇനി പാണട്ടൊക്കൊന്നും പോണ്ട, വെട്ടുപാറ പോയാൽ മതി. കാരണം അവർ നിസ്കാരത്തിന് സുഖം കിട്ടിയ ആൾക്കാരാണ്. മുഅ്മിനീങ്ങളെ, ഇല്ല ഇല്ല, തറാവീഹ് 20 റക്അത്ത് കഴിഞ്ഞാൽ ഡിസ്കിന് കംപ്ലൈന്റാ അല്ലേ? ഒന്ന് പണ്ടാറടങ്ങി തീർന്നല്ലോ എന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത്. അപ്പോൾ ഈമാനിന്റെ ഒരു മധുരം നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ നമ്മളെങ്ങനെ ഉന്നതനാവും? മൻ കുന്ന ഫീ വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്, അത് 3 വിഭാഗം ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ. ആ 3 വിഭാഗം ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരാണ് പിന്നെ ഉന്നതരാവുക, അവരാണ് മുഅ്മിനാവുക. പിന്നെ അവരാണ് ഞാൻ പറഞ്ഞ സ്റ്റേജുകൾ കയറിയിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്മഇന്നത്തിന്റെ അവസ്ഥയിലെത്തുക. അതിലൊന്നാമത്തെ വിഭാഗം ഏതാണെന്നറിയോ? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലും അവർക്ക് ഏറ്റവും പ്രണയമാകുന്നത് വരെ, അല്ലാഹു റസൂലും അവർക്ക് ഏറ്റവും സ്നേഹമാകുന്നത് വരെ അവർക്ക് ഈമാനിന്റെ മധുരം ലഭിക്കില്ല എന്ന് തഹാ റസൂലുള്ളാഹി. നമുക്ക് അങ്ങനെ ആകാൻ പറ്റാത്തത്, നമ്മുടെ ദുആക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തത്, ജനങ്ങൾ നമ്മളെ ഭയപ്പെടാത്തത് എന്തിന്? കൂടുതൽ പറഞ്ഞ ഇമാം സൈനബുൽ ഗസാലി എന്ന് പറയുന്ന ഒരു പെണ്ണ് സഹാബി ഒന്നല്ലല്ലോ. അടുത്ത കാലത്ത് പറഞ്ഞ ഈ നൂറ്റാണ്ടിലല്ല, 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ ആളല്ലേ സൈനബുൽ ഗസാലി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടാളം പിടിച്ചു വെച്ചു, ദിവസങ്ങളോളം പട്ടിണിക്കിട്ട ചെന്നായ്ക്കളെ, 16 ചെന്നായ്ക്കളെ ഇവരെ റൂമിന്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. ചെന്നായ്ക്കൾ ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നമ്മളാണെങ്കിൽ അപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയിണ്ടോ ഇല്ലേ? അവർ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹ്. സൈനബുൽ ഗസാലി തെറ്റിയിട്ടില്ല. അല്ലാഹുവിന്റെ സിദ്ധികളെ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, നിങ്ങളും അല്ലാഹുവിന്റെ അടിമകളാണ്. നായയോട് പറയാ, സംസാരശേഷിയില്ലാത്ത നായയോട്. സഹാബി വനിതയൊന്നുമല്ല, അവർ വലിയത്വമല്ല, അല്ല അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല, അവർ വലിയല്ല, പിന്നെ ആരാ? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, നിങ്ങളും അടിമയാണ്. അല്ലാഹു എന്നെ കീറി മുറിക്കാൻ വേണ്ടി നിങ്ങളെ പറഞ്ഞയച്ചാല് ഈ ലോകത്തെ സകലമായ ശക്തികൾ ശ്രമിച്ചാലും തടയാൻ കഴിയില്ല.
അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അത് നമ്മളും പറയണ വാക്കന്നെ നിസ്കാരത്തിന് ശേഷം. പക്ഷെ നമ്മള് മനസ്സുകൊണ്ടല്ല പറയണത്, അത് ദിക്റായി ചെല്ലുക. അല്ലാഹുവേ, നീ തടഞ്ഞതിന് നൽകാൻ കഴിയുന്ന ഒരാളില്ല, നീ നൽകിയതിനെ തടയാൻ കഴിയുന്ന ഒരാളില്ല. റബ്ബേ, നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ, നിനക്കെന്നോട് വെറുപ്പുണ്ടെങ്കിൽ, ഞാൻ നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ റബ്ബേ കാത്തോളണേ എന്ന് നായകളോട് കഴിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് നായകളെ, നിങ്ങളെല്ലാം തൊട്ടുപോകല്ലേ. ചീറി വന്ന ആ നായ്ക്കളാ സൈനബുൽ ഗസാലി അവിടെ മുന്നിൽ നിന്ന് മിണ്ടാട്ടമില്ലാതെ വാല് താഴോട്ട് വെച്ച് തല താഴ്ത്തി നിന്നു. ഇന്നിവിടെ ഒരു നായ വരട്ടെ, ഒരു വിഷനായ ഇങ്ങനെ ഗൗരവത്തിൽ പ്രസവിക്കുന്നത് ഞാൻ പറയട്ടെ, നായേ അവിടെ നിൽക്ക്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാ, വേദം പറയാൻ പോണ ആളാ. നായ കഴുത്തിൽ ചാടി പിടിച്ചിട്ട് കടിച്ചു മുറിച്ചു കളയും. നമ്മൾ മുഅ്മിനീങ്ങളല്ല, മുഅ്മിനീങ്ങൾ നായക്കളും പേടി. അതുകൊണ്ട് ആ സ്റ്റേജിൽ നമുക്ക് എത്തണമെങ്കിൽ 3 വിഭാഗം ആളുകൾക്ക് പറ്റും. അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് അല്ലാഹുവും അവന്റെ റസൂലും ഈ പ്രപഞ്ചത്തെക്കാൾ നമുക്ക് സ്നേഹമുണ്ടാകണം. അത് പ്രസംഗിക്കാനും കേൾക്കാനുള്ളതല്ല. ആകാൻ പറ്റുമോ നമുക്ക്? സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെക്കാൾ ജല്ല ജലാലായ റബ്ബുൽ ഇസ്സ സ്നേഹമുള്ളൊരവസ്ഥ വരണം. അതിനെങ്ങനെ വരും മുഅ്മിനീങ്ങളെ? നമ്മൾ അല്ലാഹുവിനെ പേടിച്ചിട്ടേ. എന്തിനാ നിസ്കരിക്കണത്, എന്തിനാ നിസ്കരിക്കുന്നത് ചോദിച്ചാൽ തൊട്ട് നമ്മുടെ മറുപടി വരണ്ടാകുക, സ്വർഗം കിട്ടാൻ. എന്തിനാ നോമ്പ് വെക്കുന്നത്? സ്വർഗം കിട്ടാൻ. എന്തിനാ ഹജ്ജ് ചെയ്യുന്നത്? സ്വർഗം കിട്ടാൻ. സ്വർഗം അതിന്റെ പ്രതിഫലമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വർഗം കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യരുത്. ഇടയിൽന്ന് ഒരാൾ ഇപ്പോൾ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ അയാൾക്കത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് എന്തെന്ന്, സ്വർഗം കിട്ടാനായിട്ട് ഇബാദത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. ബാക്കി കേൾക്കൂലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പോവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, വെച്ചോട്ട് വന്ന പ്രശ്നം ഇതാണ്. പകുതി പറയാ, അപ്പുറത്ത് പറയില്ല. അപ്പൊ നോക്കൂ, നമ്മൾ ആരാധന ചെയ്യുന്നത് പോലും അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാനാണ്. അങ്ങനെയാണ് നമ്മുടെ കോൺസെപ്റ്റ്. അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. നമ്മുടെ വീക്ഷണം അങ്ങനെയാണ്, നമ്മുടെ ചിന്താഗതി അങ്ങനെയാണ്. അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ, നരകവിമോചനത്തിനാണ്. നമ്മൾ അല്ലാഹുവിനെ പേടിച്ചിട്ടേ ഉള്ളൂ, അല്ലാഹുവിനെ നമ്മൾ സ്നേഹിച്ചിട്ടില്ല. നമുക്ക് അല്ലാഹുവിനെ ഭയങ്കര പേടിയാണ്, അല്ലാഹുവിനെ പ്രണയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് സ്നേഹം നൽകുമാറാകട്ടെ. മണ്ണാർക്കാട്ട് അമ്പംകുന്നിന്റെ മലയടിവാരത്തിൽ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ട് അമ്പംകുന്നിന്റെ മലയടിവാരത്തിൽ ഒരു മഹാനായ മനുഷ്യൻ അന്ധവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ ആ നാമധേയം കേട്ടിട്ടുണ്ടാകാം, വലിയുല്ലാഹി മീറാൻ വലിയുല്ലാഹ്. അദ്ദേഹം ഞങ്ങളുടെ ജില്ലകളിൽ മനോഹരമായ ഒരാമുഖ തീരദേശ ഗ്രാമങ്ങളിലൂടെ നടന്നു പോകുമ്പോ ഒരു കോഴിയെയും തന്റെ കുഞ്ഞുങ്ങളെയും കണ്ട ഏതിട്ടിലെങ്കിലും കൊണ്ടുപോകുന്നത് പാടു മഫീ ഖൽബി ഒരു കാലഘട്ടത്തിൽ 20 കൊല്ലങ്ങളുടെ സഞ്ചരിക്കുകയാണെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ മില്ല മീറാൻ വലിയുള്ള പാടി നടന്നു. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മഫീ ഖൽബി വൈറുല്ലാഹ് കോഴിമക്കളുമില്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സിലായോ? കോഴിമക്കളും ഇല്ലല്ലാഹ്. ചാവക്കാട്ട് തിരയടിക്കുന്ന കടലിന്റെ മുന്നിൽ പോയി നിന്ന് ആകാശത്തേക്ക് കണ്ണറിഞ്ഞിട്ട് ആത്മജ്ഞാനത്തിന്റെ 7 ചക്രവാളങ്ങൾ
കീഴടക്കിയ ആ മഹാൻ പറഞ്ഞിരുന്നു അത്രേ, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മഫീ ഖൽബി ഗൈറുല്ലാഹ്, കടലും തിരയും ഇല്ലല്ലാഹ്. ഏതെങ്കിലും തെങ്ങുംതോപ്പിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ, കഴുങ്ങുംതോപ്പിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴും മീറാൻ വലിയ പാടിയിരുന്നു അത്ര, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മഫീ ഖൽബി ഗൈറുല്ലാഹ്, തെങ്ങും തോട്ടം ഇല്ലല്ലാഹ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പല ആളുകളും കല്ലെറിയുകയുണ്ടായി, വിധി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അദ്ദേഹം ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട്, ബുദ്ധിമാനായ ഭ്രാന്തനായിരുന്നു അദ്ദേഹം. എന്ത് ഭ്രാന്താണെന്നറിയോ? പ്രണയത്തിന്റെ ഭ്രാന്താണത്. പടച്ച തമ്പുരാനെ സ്നേഹിച്ച ഭ്രാന്തായിരുന്നു അത്. നമ്മൾ സ്നേഹിച്ചത് അധികാരത്തെയാണ്, ഞാൻ സ്നേഹിച്ചത് പണത്തെയാണ്, ഞാൻ സ്നേഹിച്ചത് കാണാൻ ഭംഗിയുള്ള പെണ്ണിനെയാണ്, ഞാൻ സ്നേഹിച്ചത് കാണാൻ കഴിയുന്ന ഭംഗിയുള്ള സിക്സ് പാക്കുള്ള യുവാവിനെയാണ്. ആ വലിയ സ്നേഹിച്ചത് സൂര്യന്റെ നക്ഷത്ര പരപദങ്ങളെ പടച്ച മാവലകളും സമതലങ്ങളും ആറുകളും ജലങ്ങളും മുഴങ്ങളും ജലാശയങ്ങളും പടച്ച ജലാലിയത്തിന്റെ ഉടമസ്ഥായ റബ്ബുൽ ഇസ്സത്തിനെയാണ് അവർ പ്രണയിച്ചത്. മുഅ്മിനീങ്ങളെ, ഇസ്ഫഹാന്റെ കൊട്ടാര ഭിത്തികളിൽ തലയുരുമ്മിക്കരഞ്ഞ ഒരു കൈസിന്റെ പ്രണയഗാഥ അറേബ്യൻ നാടോടിപ്പാട്ടുകളിലുണ്ട്. ലൈലയും കൈസും. അത് ഇസ്ലാമിക കഥയൊന്നുമല്ല, അങ്ങനെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പാരഡിയായി കുറെ പാട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈലയും കൈസും, ലൈലയും മജ്നു അല്ലേ. ഈ കൈസ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഒരു അറേബ്യൻ ഒരു കവിയുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു സാങ്കല്പിക കഥാപാത്രം. പക്ഷെ അതിലെ തീം വളരെ വല്ലാത്ത സ്നേഹത്തിന്റെ പവർ അറിയിക്കുന്ന ഒന്നാണ്. കൈസ് ഇസ്ഫഹാനിലെ രാജാവിന്റെ മകളെ ലൈലയെ പ്രണയിച്ചു. ദരിദ്രനായിരുന്നു കൈസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ലൈല എന്ന് പറയുന്ന സുന്ദരിയായ പെൺകുട്ടി രാജാവിന്റെ മോള പ്രണയിച്ചു. സ്നേഹം വല്ലാതെയായി. വാർത്ത പുറത്തിറങ്ങിയപ്പോ രാജാവ് ലൈലയെ തടങ്കിലിട്ടു. ഒരുപാട് കാലം മൗനം നടന്നു വന്നിട്ട് ഇസ്ഫഹാന്റെ കൊട്ടാര ഭിത്തികളിൽ തലയിരുമ്മി കരഞ്ഞുകൊണ്ട് കൈസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അയിന ലൈല, എന്റെ ലൈലയുടെ, എന്റെ പ്രാണേശ്വരിയുടെ. ചീറി വരുന്ന പുലികളോട് സിംഹങ്ങളോട് ചോദിച്ചു അത്രേ, അയിന ലൈലായ, എന്റെ ലൈലയുടെ, എന്റെ ലൈലയുടെ. ഭ്രാന്ത് പിടിച്ചു ആ മനുഷ്യന്. പ്രണയത്തിന്റെ ഭ്രാന്താണത്. അത് നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവും. ചിലരിങ്ങനെ കിക്കായി നടക്കുക. ഇവിടെ എങ്ങനെയാണെന്നറിയില്ല. ഞാൻ എപ്പോഴും എന്റെ നാട്ടിൽ കുറ്റം പറഞ്ഞ ഇവിടെ തിരിച്ചു പോകണല്ലോ എന്നാലോചിച്ചിട്ടാണ്. അള്ളാഹു നമ്മുടെ തലമുറയെ കാക്കുമാറാകട്ടെ. ഒരാഴ്ചക്ക് വീട്ടിൽ പണിക്ക് വന്ന ഒരാശാരിയുടെ കൂടെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഒരു സഹോദരി ഇറങ്ങിപ്പോയത്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഉപ്പ ഗൾഫിലാണ്. 10-23 കൊല്ലമായിട്ട്. ഒരാഴ്ച ഒരു സിക്സ് പാക്സ് കണ്ടപ്പോ വീണുപോയി. 30 കൊല്ലം ജീവിതം കൊടുത്ത, അല്ല 18 കൊല്ലം ജീവിപ്പിച്ച പിതാവിന് സംഭവം എന്താണെന്ന് അറിയാം. എന്നിട്ട് പോയിട്ട് ഒരാഴ്ച വിളിച്ചോടിപ്പോയി. കുറെ തെരഞ്ഞു നോക്കി കണ്ടില്ല. വിഷയം മാറണ്ട, നമുക്ക് ലൈലയുടെ അടുത്തേക്ക് തന്നെ പോവാം. നിങ്ങൾ അറിയണം, മുസ്ലിങ്ങളാണല്ലോ. നോക്കി ഓടിപ്പോയിട്ട് പിന്നെ ഒരു കോടതിയിൽ രജിസ്റ്റർ വിവാഹത്തിനൊക്കെ അപേക്ഷ കൊടുത്ത് കോടതിയിൽ അവരെ ഒരു ഹോബിയസ് കോപ്പസ് ഹർജിയുടെ ഫലമായി അവർ കോടതിയിൽ എത്തിക്കൊണ്ട് വന്നു. ജഡ്ജി കുറച്ചൊക്കെ സന്മനസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന് വിധി പറഞ്ഞാൽ മതി. വിധിയുടെ മുന്നിൽ അദ്ദേഹത്തിന് കരുണ ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. വിധി പറഞ്ഞു, ഈ പെൺകുട്ടിക്ക് സമ്മതമാണെങ്കിൽ പുരുഷന്റെ കൂടെ പോകാം, പ്രായപൂർത്തിയായിട്ടുണ്ട്. അതല്ല വേണമെങ്കിൽ പിതാവിന്റെ കൂടെ പോകാം, മാതാവിന്റെ കൂടെ പോകാം. 10-30 കൊല്ലം ഗൾഫിൽ നിന്ന് ഷാർജയിൽ നിന്നിട്ട് തലമുടിയൊക്കെ പകുതിയധികം കൊഴിഞ്ഞുപോയ കസണ്ടി കയറിയ പാവം മനുഷ്യൻ കോടതിയിൽ നിന്ന് വിങ്ങിപ്പൊട്ടുമ്പോ 18കാരിയായ അതിസുന്ദരിയായ പെൺകുട്ടി തന്റെ തട്ടമൊന്നുപോലും തലയിലേക്കൊന്നിടുക പോലും ചെയ്യാൻ ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് രാകേഷിനെ മതി, എനിക്ക് രാകേഷിനെ മതി. അത് കേട്ടപ്പോ ജഡ്ജി പോലും പറഞ്ഞു,